നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ശ്വാസകോശ രോഗങ്ങൾ കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. ശ്വാസം മുട്ടലും ശ്വാസകോശ സംബന്ധമായ മറ്റാരോഗ്യ പ്രശ്നങ്ങളും ഇന്ന് പലരെയും അലട്ടുന്നുമുണ്ട്. ശ്വാസതടസ്സത്തിന്റെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം തിരുവനന്തപുരം പുലയനാർ കോട്ട ഗവൺമെന്റ് ചെസ്റ്റ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് ഡോക്ടർ ജീന ഡാലസ് ഉണ്ട്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, നമുക്കറിയാം ശ്വാസതടസ്സങ്ങളും ശ്വാസകോശ പ്രശ്നങ്ങളുമെല്ലാം ദൈനംദിനം പലരെയും അലട്ടുന്നതാണ്. നമ്മളിൽ പലർക്കും അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവാം. അത് പല കാരണങ്ങൾ കൊണ്ടും വരാം. എന്താണ് ഈ ശ്വാസതടസ്സം പൊതുവെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ? ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ ശ്വാസതടസ്സം വരാം? മുട്ടലുണ്ടാകുന്നത് ശ്വാസകോശത്തിലെ മാത്രം പ്രശ്നം കൊണ്ടല്ല. പലരും അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്വാസം മുട്ടൽ വളരെയേറെ കാരണങ്ങളാൽ വരാം. സാധാരണയായിട്ട് നമ്മളിപ്പം ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് തന്നെ ശ്വാസമുട്ടൽ ചില സാഹചര്യങ്ങളിൽ വരാം. നമുക്കറിയാം, വളരെ സ്പീഡിൽ നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ കഠിനമായിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പം, പിന്നെ അമിതവണ്ണം ഉള്ളവർക്ക്, ഗർഭിണികൾക്ക്, അപ്പം ഇതൊക്കെ സാധാരണ ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് ശ്വാസമുട്ടൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ്. ഇനി പല അസുഖങ്ങൾ, നമ്മുടെ ശരീരത്തിലെ വേറെ അസുഖങ്ങൾക്കും ശ്വാസമുട്ടൽ വരാം. ഉദാഹരണമായിട്ട് നമുക്ക് അനീമിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് അനീമിയ വരുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഹീമോഗ്ലോബിനാണ് നമ്മുടെ ശരീരത്തിൽ എല്ലാ കോശങ്ങളിലും ബ്ലഡ് വഴി ഓക്സിജൻ എത്തിക്കുന്ന പ്രക്രിയ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പം ആൾക്ക് ജോലി ചെയ്യുമ്പോഴോ നടക്കുമ്പോൾ ഒക്കെ ശ്വാസമുട്ടൽ വരാം. പിന്നെ തൈറോയിഡിൻ്റെ അസുഖങ്ങളിൽ സാധാരണ വണ്ണം കൂടുതൽ കാണും, അപ്പോഴും ശ്വാസമുട്ടൽ ഉണ്ടാവാം. പിന്നെ ഈ നരമ്പിൻ്റെ അസുഖങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ശ്വാസകോശത്തിൽ കൊടുക്കുന്ന നരമ്പുകൾ ൻ്റെ പ്രശ്നം വരുമ്പോൾ, പോളിയോ, ഗില്ലിയൻ ബാരി, മൈസീനിയ ഗ്രാവിസ് എന്ന അസുഖങ്ങളിലും ശ്വാസമുട്ടലുണ്ടാകാം. പിന്നെ മസിലിൻ്റെ തന്നെ അസുഖങ്ങൾ, മയോപ്പതീസ് എന്ന് പറയും. നമ്മുടെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് നമ്മുടെ ശ്വാസകോശത്തിലെ മസിൽസ് വഴിയാണ്. അത് വീക്കാവും, അപ്പോഴും ആൾക്ക് ശ്വാസമുട്ടൽ വരാം. പിന്നെ ഈ നമ്മൾ പറയും വാരിയെല്ലെന്നൊക്കെ പറയണം. നമ്മുടെ നെഞ്ചിലെ എല്ലുകൾ ഒരു കൂട് പോലെയാണ്, റിബ് കേജ് എന്ന് പറയും. അപ്പോൾ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും നമുക്ക് ശ്വാസമുട്ടൽ വരാം. നമുക്കറിയാം, ആക്സിഡൻറ്റൊക്കെ പറ്റി വാരിയെല്ലൊക്കെ പൊട്ടുന്നു, ആ സാഹചര്യത്തിലും ശ്വാസമുട്ടൽ വരാം. അപ്പോൾ വളരെയേറെ കാരണങ്ങളാൽ നമുക്ക് ശ്വാസമുട്ടൽ വരാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും നമുക്കറിയാം, നമുക്ക് ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നു. അപ്പോൾ ഈ പ്രക്രിയ ശരീരത്തിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മുടെ ഹൃദയം, ഹാർട്ടും നമ്മുടെ ലങ്സും ശ്വാസകോശവുമാണ്. അപ്പോൾ ഈ രണ്ട് അവയവങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് ശ്വാസമുട്ടലായിട്ട് പ്രകടമാവാം. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ശ്വാസകോശ സംബന്ധമായ ഏതെല്ലാം അസുഖങ്ങൾ കൊണ്ട് ഈ ഒരു ശ്വാസം മുട്ടൽ വരാം, അതിനുള്ള സാധ്യതയുണ്ട്? അതെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹാർട്ടിൻ്റെ അസുഖം കൊണ്ടും വരാം, ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ടും ശ്വാസമുട്ടൽ വരാം. പക്ഷെ ഹാർട്ടിൻ്റെ അസുഖത്തിൻ്റെ കൂടെ, ഈ മുട്ടലിൻ്റെ കൂടെ നമുക്ക് ചിലപ്പോൾ നെഞ്ചുവേദന, കയ്യിലോട്ടുള്ള വേദന, തലകറക്കം, ഓർമ്മ ഇല്ലാതെ വീഴാൻ സാധ്യത, പിന്നെ ദേഹത്ത് നീര് കാണുക, കാലുകളിൽ നീര് കാണുക, ഓർക്കാനം വരിക, ഛർദിൽ വരിക. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കൂടെ ഈ ശ്വാസമുട്ടലിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഹാർട്ടിൻ്റെ പ്രശ്നമാവാം എന്ന് നമുക്ക് സംശയിക്കാം. ഇനി ശ്വാസകോശ രോഗങ്ങൾ നമ്മൾ പറയുമ്പോൾ, ശ്വാസമുട്ടലുണ്ടാക്കുന്ന മിക്കവാറും എല്ലാ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളും ശ്വാസമുട്ടൽ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്. വളരെ നമുക്ക് കോമണായിട്ട്, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് പരിചയമുള്ള ഒരു ശ്വാസമുട്ടലിൻ്റെ അസുഖമാണ് ആസ്മ അസുഖമുണ്ട്, COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, പിന്നെ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്,
പിന്നെ അണുബാധ വരിക ശ്വാസകോശത്തിൽ, ന്യൂമോണിയയുടെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ശ്വാസകോശത്തിൽ വെള്ളം കെട്ടുക, അതിനെ പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയും. നമ്മുടെ ശ്വാസകോശം പൊട്ടി ഉള്ളിൽ എയർ നിൽക്കുക, അതിനെ ന്യൂമോതൊറാക്സ് എന്ന് പറയും. അപ്പോൾ ഈ അണുബാധ വന്നു കഴിഞ്ഞാലും നമുക്ക് ശ്വാസമുട്ടലായിട്ട് പ്രകടമാവാം. പിന്നെ ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ, ലങ് ക്യാൻസേഴ്സ്, അതിൽ ശ്വാസമുട്ടൽ വരാം. പിന്നെ ടി ബിയുടെ അസുഖം വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ്, ശ്വാസകോശത്തിനെ ബാധിക്കുന്നത്. അപ്പോഴും ചുമയും ശ്വാസമുട്ടലും ആയിട്ട് രോഗി വരാം. പിന്നെ ടി ബിയുടെ രോഗം വന്നു കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഇപ്പോൾ ഏറെക്കുറെ ശ്വാസകോശത്തിൽ ഡാമേജ് വന്നു കഴിഞ്ഞാലും പോസ്റ്റ് ടി ബി കോംപ്ലിക്കേഷൻസ് ആയിട്ടും ശ്വാസമുട്ടൽ വരാം. ബ്രോങ്കിക്ടേസിസ് എന്നൊക്കെ പറയുന്ന ഈ അസുഖങ്ങൾ കൊണ്ട് ശ്വാസമുട്ടൽ വരാം. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. വടകരയിൽ നിന്നും രാംദാസ് ആണ്. രാംദാസ് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ ഹലോ കേൾക്കാം, ചോദിച്ചോളൂ. ഹലോ, മകൾക്ക് 20 വയസ്സായി. ഓക്കെ. 20 വയസ്സായി. പിന്നെ ഹിമോഗ്ലോബിന്റെ കുറവുണ്ട്. ഓക്കെ. 10.1. അപ്പോ മോൾക്ക് ശ്വാസമുട്ടലുണ്ടോ? ശ്വാസമുട്ടുള്ള കോഴിക്കോടേക്ക് ട്രെയിനിൽ പോകുമ്പോൾ ഒരിക്കലൊക്കെ ട്രെയിനിൽ വീണ്ട് കൈയെല്ലാം കൂടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. കൈയെല്ലാം കൂടിപ്പോ അപ്പോ ഒരാൾ ഒരു പോലീസുകാരൊന്ന് കൈയെല്ലാം ഒഴിഞ്ഞ് റെഡിയാക്കിയതാ. അപ്പോ കേൾക്കാൻ വയ്യ. ഉറക്കെ പറയാമോ? കേൾക്കാൻ വയ്യ. ട്രെയിനിൽ പോകുമ്പോ ഒരു കൈയെല്ലാം കൂടിപ്പോയിന്. കൈകൾ രണ്ടും കൂടിയിട്ട് വല്ലാത്തൊരു കൈ നീരുന്നില്ല. ആ സൈസിൽ ഒരിക്കലും ട്രെയിനിലുണ്ടായിന്. ട്രെയിനിൽ കോഴിക്കോട് കോഴ്സിൽ പോകുന്നതിന് അങ്ങനെ ഉണ്ടായിന്. അപ്പോ ഹീമോഗ്ലോബിന്റെ കുറവുണ്ടെന്ന് ഒരിക്കലും ഡോക്ടർ പറഞ്ഞു. 10.1 ഓക്കെ. 10.1 അത്ര കുറവല്ല. എന്നാലും ഈ കൈ ഒക്കെ കോച്ചി പിടിക്കുന്നത് കാൽഷ്യം ഒക്കെ കുറഞ്ഞിട്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിച്ച് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഒന്ന് നടത്തുക. ഹലോ, വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞതുപോലെ ഈ ശ്വാസകോശം ഈ ഒരു ആസ്മ മൂലം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മൂലം ഏതെങ്കിലും തരത്തിൽ ഗുരുതര രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഏതെങ്കിലും ഗുരുതര രോഗങ്ങളുടെ സൂചനയായി ഈ ഒരു ശ്വാസതടസ്സത്തെ കാണാമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ശ്വാസം നേരത്തെ പറഞ്ഞ പോലെ പല പല കാരണങ്ങൾ കൊണ്ടും ശ്വാസമുട്ടൽ വരാം. അപ്പം ശ്വാസമുട്ടൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുക. എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ശ്വാസമുട്ടൽ വരിക കണ്ടുപിടിക്കുക. അതിനുള്ള പ്രതിവിധി ഉടനെ തന്നെ ചെയ്യുക. കാരണം ശ്വാസകോശത്തെ സംബന്ധിച്ചായിട്ടുള്ള ശ്വാസമുട്ടലാണെങ്കിൽ പോലും നേരത്തെ കണ്ടുപിടിച്ച് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ വരാം, അണുബാധ വരാം. ഈ ശ്വാസമുട്ടൽ കൺട്രോൾഡ് അല്ലാതെ വരുമ്പോൾ അങ്ങനെ ശ്വാസകോശത്തിൽ ഡാമേജ് വരാം. പിന്നെ ഈ ശ്വാസം മുട്ടൽ, ആസ്മയ്ക്കൊക്കെ ശ്വാസം മുട്ടൽ വന്നു കഴിഞ്ഞാൽ അതൊരു എമർജൻസിയാണ്, മെഡിക്കൽ എമർജൻസിയാണ്. തീർച്ചയായിട്ടും ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നെബുലൈസേഷനും ഓക്സിജനും ഇഞ്ചക്ഷനും ഒക്കെ കൊടുത്തില്ലെങ്കിൽ ആൾ മരണപ്പെടാൻ തന്നെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടാൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ എന്ത് കാരണം കൊണ്ടാണ് ഈ അവസ്ഥ വരുന്നതെന്ന് കണ്ടുപിടിക്കുകയും അതിൻ്റെ ചികിത്സ ചെയ്യുകയും വേണം. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്നും ഷബീർ ആണ്. ഷബീർ, ചോദിച്ചോളൂ. ഷബീർ, പറഞ്ഞോളൂ. സാറേ, പിന്നെ ഞാൻ 2 പ്രാവശ്യം കൊറോണ വന്ന ആളാണ്. ഓക്കെ, പറയൂ. സാറേ, എനിക്ക് 2 പ്രാവശ്യം കൊറോണ വന്നായിരുന്നേ. അപ്പൊ ഈ കൊറോണയ്ക്ക് ശേഷം ഇപ്പൊ ഈ പനികളെല്ലാം വരുമ്പോ നമുക്ക് ശ്വാസം മുട്ടലുണ്ട്. ഓക്കെ. നല്ല രീതിയിലുള്ള ശ്വാസം മുട്ടലുണ്ട്. ഞാനപ്പോ ഈ ഉപ്പിട്ട് വെള്ളം ചൂടാക്കി ഇങ്ങനെ എന്നും രാത്രി കൊള്ളിയ, ഇങ്ങനെ ആവി കൊള്ളിയ. ഓക്കെ. ഈ കൊറോണയ്ക്ക് മുമ്പ് ശ്വാസമുട്ടൽ വന്നിട്ടേ ഇല്ലേ? ചെറുപ്പത്തിലൊന്നും വന്നിട്ടില്ല? ഇല്ല, വന്നിട്ടില്ല. ഓക്കെ. ഈ അലർജി പോലെ വരാറുണ്ടോ? അമിതമായി തുമ്മലും എനിക്ക് കഫക്കെട്ടുണ്ട്. അത് എന്ത് മരുന്ന് വെച്ചാൽ എനിക്ക് മാറുന്നില്ല, കഫക്കെട്ട്. ഓക്കെ. അപ്പൊ ഈ അലർജി പോലെ നേരത്തെ കൊറോണയ്ക്ക് മുമ്പ് ഇല്ലായിരുന്നോ?
ഇല്ലായിരുന്നു. വീട്ടിലാർക്കെങ്കിലും അലർജിയുടെ പ്രശ്നമുണ്ടോ? ശ്വാസം മുട്ടൽ അമ്മയ്ക്കോ അച്ഛനോ സഹോദരങ്ങൾക്കോ? ഇല്ല സാറേ, ഞാനേ പിന്നെ ഈ കൊറോണ വന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ താമസിച്ച് വരുന്ന പനികൾക്കെല്ലാം ശ്വാസം മുട്ടലുണ്ട്. പിന്നെ ഇടയ്ക്ക് അല്ലാതെ ശ്വാസം മുട്ടലുണ്ട്, പനി ഇല്ലെങ്കിലും. ഓക്കെ. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ചായിരുന്നോ? ഡോക്ടറെ കാണിച്ച് അന്നേരം അവര് എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ തരും, അന്നേരമൊക്കെ മാറും. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഓക്കെ. കൊറോണ വന്ന സമയത്ത്, കോവിഡ് വന്ന സമയത്ത് പലർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. പക്ഷെ പലരും നേരത്തെ ഒരു അലർജി പ്രവണത ഉള്ള ആളുകൾ ആയിരിക്കും. ഈ സമയമായിരിക്കും അത് കൂടുതലായിട്ട് പ്രകടമായത്. അപ്പോൾ അടിക്കടിക്ക് ഇങ്ങനെ ശ്വാസമുട്ടൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ച് എക്സ്റേ എടുക്കുക, നെഞ്ചിൻ്റെ എക്സ്റേ എടുക്കണം. പിന്നെ ഒരു പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും, സ്പൈറോമെട്രി. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പവർ അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റാണ്, അതും ചെയ്യണം. ഡോക്ടർ നിർദ്ദേശപ്രകാരം വേറെ എന്തെങ്കിലും ഇപ്പം CT സ്കാനോ എന്തെങ്കിലും വേണ്ടയുണ്ടെങ്കിൽ അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം ഡോക്ടറെ കാണിച്ച്. ഓക്കെ, വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് ശ്വാസകോശത്തിലുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചാണ്. ഈ ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ COPD പോലുള്ള ഗുരുതര രോഗങ്ങളായി മാറാനുള്ള സാധ്യത എത്രത്തോളമാണ്? അതെ, COPD ഞാൻ നേരത്തെ പറഞ്ഞു, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസാണ്. അപ്പോൾ ഇത് കൂടുതലും പ്രായമുള്ളവരിലാണ് സാധാരണ കാണുന്നത്. 40 വയസ്സ് കഴിഞ്ഞാണ് യൂഷ്വലി ഇത് കാണുന്നത്. കൂടുതലും പുകവലിക്കുന്നവരിലാണ് കാണുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ അങ്ങനെ ഒരു സാഹചര്യമല്ല. പുകവലിക്കാത്തവരിലും COPD അധികമായി കണ്ടുവരുന്നുണ്ട്. COPD ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും COPD കേസ് കൂടിക്കൂടി വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ വായു മലിനീകരണം തന്നെയാണ് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ വായു മലിനീകരണം വളരെ കൂടുതലുള്ള സാഹചര്യമാണിപ്പോൾ. പിന്നെ ഈ പുകയും പൊടിയും ഒക്കെ അമിതമായിട്ട് അടിക്കുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ ജോലി ചെയ്യുന്നവർ, ഫാക്ടറീസ്, ഇൻഡസ്ട്രീസ്, വളരെയധികം പുക ഇടുന്ന സ്ഥലങ്ങൾ ജോലി ചെയ്യുന്നവർ, അപ്പം അങ്ങനെയുള്ളവർക്കാണ് കൂടുതലും COPD വരാൻ സാധ്യത. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ശ്വാസം മുട്ടലും ചെറിയ ചുമയൊക്കെ ചിലർക്ക് കാണും. കുറേ വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് മാറും. അപ്പോൾ അത് സാധാരണ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അങ്ങനെ കൊണ്ട് നടന്ന് ക്രമേണ അത് ലങ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് ഒരു ആസ്മ തന്നെ നല്ലവണ്ണം നേരെ ചികിത്സിച്ചില്ലെങ്കിൽ ഭാവിയിൽ അത് COPD ആവാൻ എന്ന രീതിയിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ശ്വാസകോശ രോഗങ്ങളും നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിന് തന്നെ അത്, കാരണം പ്രായമാവുമ്പോൾ നമ്മൾ വയസ്സ് കൂടുന്ന അനുസരിച്ച് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ പവർ കുറഞ്ഞ് വരും ഒരു 30 വയസ്സ് കഴിയുമ്പം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ എയർവേ റീമോഡലിംഗ് എന്ന് പറയും. ഈ അസുഖം എന്തെങ്കിലും ശ്വാസമുട്ടലിൻ്റെ പ്രശ്നങ്ങൾ ഉള്ള ആൾക്ക് അത് നേരവണ്ണം മരുന്നെടുക്കാതെയും നേരവണ്ണം അത് ചികിത്സിക്കാതെയും ഇരുന്നാൽ ക്രമേണ അത് മാരകമായ രീതിയിൽ മാറാൻ സാധ്യത ഉണ്ട് പ്രായം ചെല്ലുന്തോറും. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. സുധീർ, തൃശ്ശൂരിൽ നിന്നും സുധീറാണ്. സുധീർ, പറഞ്ഞോളൂ. ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാം. എനിക്ക് 8 വർഷം മുമ്പ് തുടങ്ങിയ ഈ ലിവർ സിറോസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ. ഒരു 8 വർഷമായി കഴിഞ്ഞിപ്പോ. ഒരു 1.5 വർഷമായിട്ട് ഇപ്പോ ഓക്സിജൻ വെച്ചിട്ടാണ് വീട്ടിൽ കിടക്കുന്നത്. ഓക്കെ. അപ്പോ ഇത് ലൈഫ് ലോങ് ഇങ്ങനെ വെക്കണമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നുമില്ലേ? എനിക്ക് മനസ്സിലായത് ലിവർ സിറോസിസ് ആയിട്ട് ചികിത്സ എടുക്കുന്ന ആളാണെന്ന് അല്ലേ? അതെ അതെ അതെ. ശ്വാസകോശ സംബന്ധിച്ച അസുഖമൊന്നുമില്ല? ഇല്ല, അതൊക്കെ ചെക്ക് ചെയ്തപ്പോ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നത്.
പക്ഷെ ശ്വാസം ഇതിപ്പോ ലൈഫ് ലോങ് ഓക്സിജൻ വെച്ചിട്ട് വേണം നിൽക്കാന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഹാർട്ടിന് അസുഖമുണ്ടോ? ഹാർട്ടിന് പ്രോബ്ലം ഇല്ല, ഇല്ല. ശ്വാസകോശത്തിന് പ്രശ്നമില്ല, ഓക്കെ. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സിറോസിസ് ആണ് മെയിൻ പ്രശ്നം. സിറോസിസ് മാത്രമാവാൻ സാധ്യത കുറവാണ്. കാരണം ഓക്സിജൻ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഹാർട്ടിനോ അല്ലെങ്കിൽ ശ്വാസകോശത്തിനോ എന്തെങ്കിലും ഒരു തകരാറ് കാണും. അല്ലെങ്കിൽ സിറോസിസിന് നമ്മൾ അങ്ങനെ ഓക്സിജൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന അത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങളുടെ ഡോക്ടറെ തന്നെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ കറക്റ്റ് അന്വേഷിക്കുക. പിന്നെ COPDയും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം ഓക്സിജൻ്റെ ഒരു ലേറ്റ് സ്റ്റേജ് ഉണ്ട്. COPDക്ക് തന്നെ 4 സ്റ്റേജ് ഉണ്ട്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ. അപ്പോൾ ഈ സിവിയർ, വെരി സിവിയർ സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ, ലോങ് ടേം ഓക്സിജൻ തെറാപ്പിയുടെ ആവശ്യം വരും. അപ്പം വീട്ടിൽ തന്നെ നമുക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ വഴി ഓക്സിജൻ എടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം എത്തിച്ചേരും. അപ്പോൾ അങ്ങനെ ഒരു ക്രോണിക് റെസ്പിറേറ്ററി ഫെയിലിയർ, അതായത് ശ്വാസകോശം പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ ക്രോണിക് റെസ്പിറേറ്ററി ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നോർമൽ രീതിയിലുള്ള ഓക്സിജൻ സാച്ചുറേഷൻ, നമ്മളിപ്പോൾ കോവിഡൊക്കെ വന്നപ്പോൾ നമുക്കറിയാം, പൾസ് ഓക്സിമീറ്റർ വെച്ച് കയ്യിൽ ഘടിപ്പിച്ച് നമ്മുടെ സാച്ചുറേഷൻ നോക്കും. അപ്പോൾ ഈ സാച്ചുറേഷൻ കുറവാണെങ്കിൽ 90 അല്ലെങ്കിൽ 95% നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്സിജൻ രോഗിക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണെങ്കിൽ, ക്രോണിക് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന സ്ഥിതി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്സിജൻ സാധാരണ വീട്ടിൽ അഡ്വൈസ് ചെയ്യാറുള്ളൂ. പിന്നെ ഹാർട്ടിൻ്റെ അസുഖത്തിനും അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഡോക്ടറെ തന്നെ സമീപിച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ ചോദിച്ച് മനസ്സിലാക്കുക. ചികിത്സാ മാർഗങ്ങൾ നിരവധി ഉണ്ടല്ലോ ഡോക്ടർ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് അത് ഏറെ പ്രധാനമല്ലേ? ഈ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? ഓരോ അസുഖങ്ങൾക്കും ചികിത്സാ രീതികൾ എങ്ങനെയാണ്? ഇപ്പോൾ ശ്വാസം മുട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞു. കാരണങ്ങൾ ആസ്മ, COPD, ILD, ന്യൂമോണിയ, ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് രോഗലക്ഷണങ്ങൾ രോഗി പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലുള്ള ശ്വാസം മുട്ടലാണ്, ഏത് രീതിയിലുള്ള അസുഖമാണിത്. അപ്പോൾ ആസ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ചെറുപ്പത്തിലേ ശ്വാസം മുട്ടൽ തുടക്കം ഉണ്ടായിരിക്കും. കുഞ്ഞുങ്ങളിൽ ശ്വാസം മുട്ടൽ വന്നിട്ട് ഒരു 14-12 വയസ്സൊക്കെ ആകുമ്പോൾ ശ്വാസം മുട്ടൽ മാറാറുണ്ട്. ഒരു 40% പേർക്ക് അങ്ങനെ തന്നെ തുടരാറുമുണ്ട്. അപ്പം മാറിക്കഴിഞ്ഞാലും ചിലർക്ക് 30-40 വയസ്സാകുമ്പോൾ വീണ്ടും ശ്വാസം മുട്ടൽ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം ചെറുപ്പത്തിലെ ശ്വാസം മുട്ടലുള്ളവർക്ക് മിക്കവാറും ഒരു അലർജി ടെൻഡൻസിയും കൂടെ തന്നെ കാണും. തുമ്മൽ, മൂക്കൊലിപ്പ്, കണ്ണ് ചൊറിച്ചിൽ, ദേഹത്ത് ചൊറിച്ചിൽ വരിക. അപ്പോൾ ഇതൊക്കെ അലർജി ലക്ഷണങ്ങളാണ്. അതിൻ്റെ കൂടെ തന്നെ ഫാമിലി ഹിസ്റ്ററി, വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുമ്പം അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയ്ക്ക്, അമ്മുമ്മയ്ക്ക്, അല്ലെങ്കിൽ അമ്മയുടെ സഹോദരങ്ങൾ, അച്ഛൻ്റെ സഹോദരങ്ങൾ, അങ്ങനെ ആർക്കെങ്കിലും വീട്ടിൽ ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അലർജിയുടെ ബുദ്ധിമുട്ട് കാണും. അപ്പോൾ ഇത് ആസ്മ ശരിക്കും ജനറ്റിക്കാണ്, നമ്മുടെ ജീൻസിൽ കൂടെ കിട്ടുന്ന ഒരു അസുഖമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ആർക്കെങ്കിലും ശ്വാസം മുട്ടലുണ്ട്, നമുക്കും ജലദോഷമൊക്കെ വരുമ്പോൾ ശ്വാസം മുട്ടൽ വരുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി നമുക്കും അപ്പോൾ ശ്വാസമുട്ടൽ വരാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്കൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കൊല്ലത്ത് നിന്നും അനിൽകുമാറാണ്. അനിൽകുമാർ, ചോദിച്ചോളൂ. ഹലോ മാഡം, ഗുഡ് ഈവനിങ്. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. പറഞ്ഞോളൂ. എന്റെ മോന്റെ പേര് ജോബ് എന്നാണ്. അവന് ഓട്ടിസം ഉള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ഇപ്പം കുറച്ച് വണ്ണമുണ്ട് പുള്ളിക്ക്. 2019 കോവിഡും വന്നിട്ടുണ്ട്. അതിന് മോൻ ഓട്ടിസം ഉള്ളതാ. മോൻ 10ാം ക്ലാസ്സിലെ പഠിക്കുന്നത്. ഇപ്പൊ ഒരു വാസ്കുലർ സർജറി ചെയ്യാനായിട്ട് ഡോക്ടർ കുറിച്ച് തന്നിട്ടുണ്ട്. അവന്റെ കാലിൽ മൊത്തവും ഗ്രോത്തുകളൊക്കെ ഉണ്ട്. ഇപ്പൊ അവൻ ചില സമയങ്ങളിൽ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ അങ്ങ് കിതയ്ക്കുന്ന കണക്ക് കിതപ്പാണ്, ഭയങ്കര കിതപ്പാണ്. ഞാൻ ചോദിച്ചാൽ മോൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ശ്വാസം മുട്ടലുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും ഇല്ല എന്ന് പറയും. പക്ഷെ എനിക്കതൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന് എപ്പോഴും ഇങ്ങനെ കിതക്കുകയാണ്. എത്ര പ്രായം എന്ന് പറഞ്ഞ മോന്? മോന് 17 വയസ്സായി. ഓക്കെ.
അമിത വണ്ണമുണ്ട്. വണ്ണമുണ്ട് അവന്. അവൻ പക്ഷെ അവൻ തന്നെ ഡയറ്റിങ് ചെയ്യുന്നുണ്ട്, രാവിലെ എക്സസൈസ് വാക്കിങ്ങിനെല്ലാം പോകുന്നുണ്ട്. ഓക്കെ. അപ്പം ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ണം കൂടുതലാവുമ്പം സ്റ്റെപ്സൊക്കെ കയറുമ്പോൾ കുറച്ച് എക്സേർട്ട് ചെയ്യുമ്പോൾ ശ്വാസമുട്ടൽ വരാം. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ശ്വാസമുട്ടലുണ്ടോ? ഇല്ല, അന്നേരം ഇല്ല. അപ്പോൾ ഇത് സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് വണ്ണം ഉള്ളതുകൊണ്ടുള്ള ശ്വാസമുട്ടൽ തന്നെ ആയിരിക്കും. എന്നാലും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഡോക്ടറെ അടുത്ത് ഇത് കാര്യം പറയുക. എന്നിട്ട് നെഞ്ചിൻ്റെ എക്സ്റേയും ഒരു PFT ഒക്കെ ചെയ്ത് നോക്കുക, ശ്വാസകോശത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഓക്കെ. വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഈ ശ്വാസകോശ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചായിരുന്നു. തുടർന്നുകൊള്ളുക. ഓക്കെ. അപ്പം ഞങ്ങൾ ആസ്മയെ പറ്റിയാണ് പറഞ്ഞു വന്നത്. അപ്പം ആസ്മ, COPD ഈ 2 രോഗങ്ങളിലും ശ്വാസമുട്ടൽ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. വളരെയേറെ ശ്വാസമുട്ടൽ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കറക്റ്റായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ, സമയത്തിന് ടൈംലി ഇൻ്റർവെൻഷൻ ചെയ്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ്. അപ്പം ഈ ശ്വാസകോശ രോഗങ്ങളിലെല്ലാം ചികിത്സ ഇപ്പം നമ്മൾ ഇൻഹേലേഴ്സാണ് പറയുന്നത്. അതായത് വായിൽ കൂടെ വെച്ചിട്ട് ഇൻഹെയിൽ ചെയ്യുക. ഇൻഹെയിൽഡ് മെഡിസിൻസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പലരും നമ്മൾ ഈ ഇൻഹെയിലേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രോഗികൾ പറയാറുണ്ട്, ഡോക്ടർ ഇത് ജീവിതകാലം മുഴുവൻ എനിക്ക് എടുക്കേണ്ടി വരൂലേ ഇതെടുത്ത് തുടങ്ങിയ. പക്ഷെ അങ്ങനെ അല്ല. ഇൻഹെയിലേഴ്സിൻ്റെ ഉദ്ദേശമെന്ന് വെച്ചാൽ നമ്മുടെ നമ്മളിപ്പോൾ ഗുളിക കഴിച്ചാലോ ഇഞ്ചക്ഷൻ എടുത്താലോ ഇത് രക്തം വഴി കലർന്ന് നമ്മുടെ ശ്വാസകോശത്തിൽ പതുക്കെ എത്തുള്ളൂ. 10 മിനിറ്റ് 20 മിനിറ്റ് എടുക്കും ശ്വാസകോശത്തിൽ വന്ന് ആക്ഷൻ ഉണ്ടാക്കാൻ. പക്ഷേ ഇൻഹേലർ ആണെങ്കിലോ നേരെ നമ്മൾ ശ്വാസകോശത്തിലോട്ടാണ് വലിച്ച് ഈ മരുന്ന് കയറ്റുന്നത്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്കൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. കണ്ണൂരിൽ നിന്നും അനിൽകുമാറാണ്. അനിൽകുമാർ, ചോദിച്ചോളൂ. മാഡം, ഗുഡ് ഈവനിങ്. ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ. അവനിപ്പോഴും +2 ആണ്. പക്ഷേങ്കിൽ +1 മുതൽ സ്റ്റാർട്ടിങ് പീരീഡ് മുതലേ അവന് ഇപ്പോൾ 2 വർഷത്തോളം ക്രോണിക് ചുമയാണ്. 24 hours ചുമ എന്ന് പറയാം. അത് എന്താണെന്നുള്ളത് ഞങ്ങൾ A to Z ചെക്ക് ചെയ്തു. എല്ലാവരും പെർഫെക്റ്റ് ആണ്, കുഴപ്പമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ലാസ്റ്റ് പൾമണോളജിന്റെ പരിഹാരത്ത് പോയിട്ട് അവര് ബ്രീഫായിട്ട് തന്നെ ചെക്ക് ചെയ്ത് ടെസ്റ്റ് നടത്തി, ഒരുപാട് എക്സ്റേ എടുത്തു. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ എല്ലായിടത്തും നമ്മൾ ചെക്ക് ചെയ്തു. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനെ TBയുടെ മൊത്തം, പിന്നെ എനിക്ക് പേരറിയാത്ത ഒരുപാട് ടെസ്റ്റൊക്കെ നടത്തിയിരുന്നു. അപ്പൊ യാതൊരു കുഴപ്പമില്ലെന്നാണ് എനിക്ക് അവർ പറയുന്നത്. പിന്നെ നമുക്ക് ഫാമിലിയില് അസ്തമാറ്റിക് ഉണ്ട്. അപ്പൊ ഇവന് ആള് ഹെൽത്തിയാണ്, എല്ലാ വർക്കും ചെയ്യുന്ന ആളാണ്. എന്താണ് പ്രോബ്ലം എന്നുള്ള ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് വളരെ വളരെ വിഷമരായിട്ട് നിൽക്കുന്നത്. ക്ലാസ്സിലിരിക്കുമ്പോഴും ചുമയാണ്, ഈവൻ എവിടെ പോകുമ്പോഴും ചുമ തന്നെ. അപ്പോൾ ഈ പരിഹാരത്ത് പോയി ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഇൻഹേലേഴ്സ് വല്ലതും പ്രിസ്ക്രൈബ് ചെയ്തിരുന്നോ? അതെ. അത് എടുക്കുന്നുണ്ടോ? അത് എടുക്കുന്നുണ്ട്. എപ്പോഴും എടുക്കുന്നില്ല. അതാണ് വേറൊരു പ്രശ്നം. നമ്മളിപ്പം ശ്വാസം മുട്ടൽ ഇപ്പോൾ ഫാമിലിയിൽ ആസ്മ ഹിസ്റ്ററി ഉണ്ട്, അപ്പം വിട്ടുമാറാത്ത ചുമ, വേറെ കാരണങ്ങളൊന്നും കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് ആസ്മ തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതലും. അപ്പോൾ നമ്മൾ ഇൻഹേലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു 3 മാസമെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് അത് ഉപയോഗിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിച്ചാലേ നമുക്ക് ഈ ശ്വാസമുട്ടൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ജലദോഷം, പനി പോലെ നമ്മൾ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്താൽ പോലും ആൾക്കാർ 4-5 ദിവസം എടുക്കുമ്പോൾ നല്ലവണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് ഇൻഹേലേഴ്സ് ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാതിരുന്നത് വീണ്ടും വരും. അപ്പോൾ പറയും ഇത് എടുത്തിട്ട് ഒരു ഗുണവുമില്ല, ഇൻഹേലർ എടുത്തിട്ട് ഒരു ഗുണവുമില്ല, അസുഖം കുറയണില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇൻഹേലർ വലിക്കണം. രാവിലെയും വൈകിട്ടും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉച്ചയ്ക്കുണ്ടെങ്കിൽ അതും കൂടെ. അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എടുത്താലേ ഇത് പ്രിവെൻറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ അസുഖം വരുമ്പോൾ മാത്രം അടിച്ചാൽ എന്താ പറ്റണേന്ന് വെച്ചാൽ അപ്പത്തേക്ക് റിലീഫ് കിട്ടും. പിന്നെ പിന്നെയും നമുക്ക് ശ്വാസമുട്ടൽ വരാൻ സാധ്യത ഉണ്ട്. അടുത്ത തവണ പിന്നെയും വരും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വരും, അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വരും.
അപ്പോൾ പറയും ഈ മരുന്ന് എടുത്തിട്ട് ഗുണമില്ല. അപ്പോൾ അത് അങ്ങനെയല്ല. സ്ഥിരമായിട്ട് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോഴ്സായിട്ട് 2-3 മാസം ഡോക്ടർ പറയുന്ന പോലെ അറ്റ്ലീസ്റ്റ് 3 months എങ്കിലും എടുക്കണം. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും കൺട്രോൾ ഇടയ്ക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പം മരുന്ന് വേറെയും ആഡ് ചെയ്യേണ്ടി വരും. ആ മരുന്ന് പോരായെങ്കിലും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആസ്മ ഉള്ളവർ പൊടിയും പുകയും ഒന്നും കൊള്ളാതെ സൂക്ഷിക്കണം. ഇപ്പോൾ ചിലർ ഈ മരുന്നെല്ലാം എടുക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് എല്ലാ പൊടിയും പുകയും ശ്വസിച്ച് കയറ്റും. പൊടിയുള്ള സ്ഥലത്തെല്ലാം പോവും. പെണ്ണുങ്ങളാണെങ്കിൽ മുറ്റമൊക്കെ അടിച്ചു വാരും, വിറകടുപ്പിൽ ഊതും. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ശ്വാസം മുട്ടൽ മരുന്നെടുത്തിട്ട് ഒരു കാര്യവും ഇല്ല. കാരണം നമ്മൾ വീണ്ടും ഈ ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും തന്നെ നമുക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാവും. ഡോക്ടർ, നമ്മുടെ ഹലോ ഡോക്ടറിൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ശ്വാസതടസ്സത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം പുലയനാർകോട്ട ഗവൺമെൻറ് ചെസ്റ്റ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റ് ഡോക്ടർ ജീന ഡാലസ് ആയിരുന്നു. വളരെ നന്ദി ഡോക്ടർ. ഇതോടെ ഹലോ ഡോക്ടർ അവസാനിച്ചിരിക്കുകയാണ്. നന്ദി.